Hello my dear students, welcome to my class. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എൻ്റെ പേര് വിദ്യ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പ്ലസ് ടുയുടെ ഒരു ടോപ്പിക്കാണ് ഇത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ എവിടെ പഠിക്കാൻ പോകുന്നത്, പ്ലസ് ടുവിന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഇത് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ എന്ത് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഫൈ. മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി സർഫസ് ഈസ് ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ ദാറ്റ് സർഫസ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതേപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫ്ലക്സും. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ഏരിയ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ സർഫസിലൂടെ നോർമൽ മീൻസ് എന്താണ്? 90 ഡിഗ്രി. ഇപ്പം ഇതാണ് സർഫസ് എങ്കിൽ അതിലൂടെ നോർമലി പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഒരു പെർട്ടിക്കുലർ സർഫസിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ്. ആ മാഗ്നറ്റിക് ലൈൻസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ഷുഡ് ബി പാസ്ഡ് നോർമലി ഓർ ഇറ്റ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഏരിയ ഓഫ് ദ സർഫസ് ആൻഡ് ദ കമ്പോണൻറ്റ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് നോർമൽ ടു ദാറ്റ് സർഫസ്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഒരു സർഫസിലൂടെ നോർമലി പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മാഗ്നറ്റിക് ഫ്ലക്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുക. ആ സ്മോൾ ഏരിയ ഓഫ് സർഫസിനെ നമ്മൾ DS എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ പെർപെൻഡിക്കുലർ, ഈ സർഫസിലൂടെ പെർപെൻഡിക്കുലറായി കടന്നു പോകുന്ന മാഗ്നറ്റിക് ലൈനാണ് ഇത് B. ഇഫ് ദാറ്റ് മാഗ്നറ്റിക് ലൈൻ ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ theta, okay, magnetic line is making an angle theta, then this, you know, this will be what? B cos theta. This will be what? B cos theta. So d phi is equal to what? B dot ds. എന്താണ്? B dot ds. That means dot product of component of magnetic field normal to that surface and the surface vector. So B dot ds is equal to B dot ds n cap. Why this ds n cap? Because the direction of ds is normal to the surface. Okay, so what this n cap represents? This n cap represents the unit normal vector, as you know. So B dot ds n cap can be also written as what? B dot ds cos theta. So B cos theta is the component. Which component? Component of magnetic field normal to that surface. So this is small change in magnetic flux, or otherwise a magnetic flux through a small area ds. So the total magnetic flux will be what? It will be the integral of B dot ds cos theta. So integral of ds is what? Total area, that is A. We can represent it as A, and B cos theta is vector B. So phi is equal to B dot A.
and the vector A can be also written as what? B dot A into n cap. Okay, as A is along the normal to the surface, and here we can also write vector B as what? B cos theta, that is the component of magnetic field normal to that surface. ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫ്ലക്സ്? ഇനി ഇതിൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? ബി ഡോട്ട് എ കോസ് തീറ്റ. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി വാട്ട് ഹാപ്പൻസ്? കോസ്. മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല നമുക്ക് കിട്ടി. എന്താണ്? ബി ഡോട്ട് എ കോസ് തീറ്റ. ഇനി തീറ്റയ്ക്ക് നമ്മൾ 90 ഡിഗ്രി കൊടുത്താൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 അല്ലേ? കോസ് തീറ്റ 0 ആണ്. അപ്പം ഫൈ എന്തായി മാറും? 0 ആയി മാറും. മാഗ്നറ്റിക് ഫ്ലക്സ് 0 ആയി മാറും. അതേപോലെ 270 ഡിഗ്രി കൊടുക്കുമ്പോഴോ കോസ് 270 എത്രയാണ്? 0. അപ്പോൾ അതേപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താവും? 0 ആകും. ദാറ്റ് മീൻസ് ദർ വിൽ ബി നോ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനിയോ വെൻ തീറ്റ 0 ഡിഗ്രി ആകുമ്പോഴോ ഫ്ലക്സ് എന്താണ് വരിക? ബി ഡോട്ട് A. Phi is equal to B dot A. That means the flux is maximum at theta is equal to 0. അല്ലെങ്കിൽ നമുക്ക് അവിടെ വേറൊന്നും കൂടിയും പറയാം, 360 ഡിഗ്രി എന്നും പറയാം. നമുക്കറിയാം 0 ഡിഗ്രി 360 ഡിഗ്രിയും സെയിം പോയിന്റ് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 0 ഡിഗ്രി പറഞ്ഞാലും 360 ഡിഗ്രി ആംഗിൾ തന്നാലും ഫൈ എത്രയാണ്? ബി ഡോട്ട് എ ആണ്. അപ്പം ആ സമയത്ത് ഫ്ലക്സ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത്രയും മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.